Your time starts now. ഓക്കെ. മാന്യ സദസ്സിന് വന്ദനം. എന്റെ പേര് മുഹമ്മദ് നദീം കെ ഇ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്രമേഹത്തിന്റെ വിവിധ തരങ്ങളാണ്. ഇതിൽ ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ടൈപ്പ് 1 പ്രമേഹത്തെക്കുറിച്ചും ടൈപ്പ് 2 പ്രമേഹത്തെക്കുറിച്ചും ഗർഭകാല പ്രമേഹത്തെക്കുറിച്ചും പിന്നീട് മറ്റു പ്രത്യേകതരം പ്രമേഹങ്ങളെക്കുറിച്ചുമാണ്. പ്രമേഹം എന്നാൽ ഇൻസുലിൻ ഉൽപാദനത്തിനെയോ പ്രവർത്തനത്തിനെയോ അല്ലെങ്കിൽ ഇവ രണ്ടിനെയോ ബാധിക്കുന്ന തകരാറുകളുടെ ഫലമായി ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകുന്ന ഒരു കൂട്ടം ഉപാപചയ രോഗങ്ങളാണ് പ്രമേഹം. ഇതിന്റെ സവിശേഷതകൾ ഇനി നമുക്ക് കാണാം. പ്രധാനമായ ഒരു അസംക്രമണ രോഗമാണ് ഇത്. ആഗോളതലത്തിൽ 500 ദശലക്ഷത്തിലധികം രോഗികൾ ഇതിനാൽ ഇപ്പോൾ രോഗികളാണ്. ഇതിൽ തന്നെ 90 മുതൽ 95% വരെ ടൈപ്പ് 2 വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ലോകത്തിന്റെ പ്രമേഹ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തന്നെ ഇന്ത്യയാണ്. ഇതിൽ കൂടുതലുമായി പ്രമേഹം കാണപ്പെടുന്നത് നഗരപ്രദേശങ്ങളിലാണ്. ഇനി ഇതിന്റെ അപകട ഘടകങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. കൂടുതലും പ്രായാധിക്യവും അമിതവണ്ണവും ചിട്ടയില്ലാത്ത ജീവിതശൈലികളുമാണ് നമ്മെ പ്രമേഹത്തിലേക്ക് നയിക്കുന്നത്. ആരോഗ്യകരമല്ലാത്ത ആഹാരവും കുടുംബചരിത്രവും ജനിതക പ്രവണതയും ഇതിനെ കൂടുതൽ കനകമാക്കുന്നു. നഗരവൽക്കരണവും മാനസിക സമ്മർദ്ദവും ഇതിന്റെ കൂടെ ചേരുന്നു. ഇനി രോഗനിർണയത്തെ കുറിച്ച് നമുക്ക് മൂന്ന് രീതിയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് വഴി, അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ A1C വഴി, അല്ലെങ്കിൽ OGTT വഴി നമുക്കത് കണ്ടെത്താനാകും. ഇനി പ്രമേഹത്തിന്റെ വർഗീകരണത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ടൈപ്പ് 1 പ്രമേഹത്തിൽ ഓട്ടോ ഇമ്മ്യൂൺ അവസ്ഥ മൂലവും അല്ലെങ്കിൽ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങൾ നശിക്കുന്നതും അല്ലെങ്കിൽ 20 വയസ്സിനുള്ളിൽ ഇൻസുലിന്റെ പൂർണ്ണമായ അഭാവവും കാരണമാകാം. ഇനി ടൈപ്പ് 2 എടുത്താലോ? ഇൻസുലിനോടുള്ള ശരീരത്തിന്റെ പ്രതികരണം കുറയുന്നു. ഇൻസുലിന്റെ ഭാഗികമായ കുറവ്. മുതിർന്നവരിലാണ് സാധാരണമായി ടൈപ്പ് 2 കണ്ടുവരുന്നത്. ഗർഭകാല പ്രമേഹത്തെക്കുറിച്ച്, ഇത് ഗർഭകാലത്താണ് കാണപ്പെടുന്നത്. ഇനി മറ്റു പ്രത്യേകതരം പ്രമേഹങ്ങളെ കുറിച്ച് നോക്കാം. അതിൽ വളരെ കുറച്ച് മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. LADA, MODY, അതും കൂടാതെ ഡയൂററ്റിക്സ് മൂലവും അല്ലെങ്കിൽ ഇനി എൻഡോക്രൈൻ രോഗങ്ങൾ മൂലവും നമുക്ക് പ്രത്യേകതരം ഡയബറ്റീസുകൾ കാരണമാകാം. ഇനി ടൈപ്പ് 1 പ്രമേഹത്തെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇതിന്റെ രോഗാവിർഭാവമാണ് ആദ്യം കാണുന്നത്, അഥവാ പാത്തോജനസിസ് ആണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. HLA ജീനിലെ വൈകല്യങ്ങൾ മൂലം നമുക്ക് സ്വയം പ്രതിരോധ ശേഷി നഷ്ടപ്പെടാനാണ് ആദ്യം ഉണ്ടാകുന്നത്. അതിനുശേഷം പ്രതിപ്രവർത്തനമുള്ള T ലിംഫോസൈറ്റുകൾ സജീവമാവാൻ തുടങ്ങും. ഇത് ബീറ്റ കോശങ്ങൾക്കെതിരെ ആക്രമണം തുടങ്ങും. അങ്ങനെ ബീറ്റ കോശങ്ങളുടെ നാശത്തിലേക്കും തുടർന്ന് ഇൻസുലിന്റെ താഴ്ന്ന ഉൽപാദനത്തിലേക്കും കാരണമാകും. ഇതിന്റെ അപകട ഘടകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുവാനാണെങ്കിൽ ജീവിതശൈലി മൂലം എന്തൊക്കെയാണെന്ന് നോക്കാം. സമ്മർദ്ദം, അനാരോഗ്യകരമായ ഭക്ഷണം എന്നിവ ജീവിതശൈലിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. പാരിസ്ഥിതികമായി വൈറസ് അണുബാധ, ഉദാഹരണം ജന്മനായുള്ള റുബെല്ല സിൻഡ്രോം അഥവാ CRS, ചില കീടനാശികൾ മൂലവും പാരിസ്ഥിതികമായുള്ള അപകട ഘടകങ്ങളിൽ ഉൾപ്പെടാവുന്നതാണ്. വ്യക്തിപരമായ ഘടകങ്ങൾ, പ്രായം, ബാല്യകാലം, കൂടുതലും കുട്ടികളിലാണ് ഇത് കണ്ടുവരുന്നത്. പിന്നെ ജനിതകപരമായ സാധ്യത, മോണോസൈഗോട്ടുകളിൽ 30% സാധ്യതയാണ് ഇത് കാണുന്നത്. പിന്നീട് വടക്കൻ യൂറോപ്പിലെ ആളുകൾക്ക് ഇത് കൂടുതലായി കാണപ്പെടുന്നു. ഇനി ക്ലിനിക്കൽ സവിശേഷതകൾ. ഇതിന്റെ തുടക്കം സാധാരണയായി കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലുമാണ് കാണപ്പെടുന്നത്. രോഗനിർണയത്തിന് മുമ്പുള്ള ശരീരഭാരം കുറയുന്നത് ഇതിന്റെ ഒരു പ്രത്യേക കാരണമാണ്. ഇൻസുലിൻ അളവിൽ ക്രമാനുഗതമായ കുറവ്, പരിക്രമണം ചെയ്യുന്ന ഐലറ്റ് ഓട്ടോ ആന്റിബോഡികൾ അഥവാ ആന്റി ഇൻസുലിൻ, ആന്റി GAD, ആന്റി ICA512 എന്നിവ ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഇൻസുലിൻ തെറാപ്പിയുടെ അഭാവത്തിൽ ഡയബറ്റീസ് കീറ്റോ അസിഡോസിസ് ഇതിന്റെ പ്രധാനമായ ഒരു കാരണമാണ്. ഇനി ചികിത്സാ രീതികളിലേക്ക് കടക്കാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്
കൃത്യമായി പരിശോധിക്കുക. ദിവസവും 6 തവണ വരെ എങ്കിലും പരിശോധിക്കുക. ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ കുത്തിവെപ്പ് എടുക്കുക. സമീകൃത ആഹാരം ശീലിക്കുക. പതിവായ വ്യായാമവും യോഗയും ചെയ്യുക. ഇനി ടൈപ്പ് 2 പ്രമേഹത്തിലേക്ക് കിടക്കാം. ഇതിന് നമുക്ക് 2 രീതിയിൽ ഇൻസുലിൻ പ്രതിരോധത്തെ ഇത് അഫക്റ്റ് ചെയ്യണം. എങ്ങനെയൊക്കെ? ജനിതക പശ്ചാത്തലം അല്ലെങ്കിൽ അനുബന്ധ രോഗങ്ങൾ മൂലവും, പൊണ്ണത്തടി, പാരിസ്ഥിതിക ഘടകങ്ങൾ, വീക്കം മൂലവും ഇത് ഇൻസുലിൻ പ്രതിരോധത്തെ ഭാഗികമായി അതിനെ നിർവീര്യം ചെയ്യുന്നു. ഗ്ലൂക്കോസ് ആഗീകരണം കുറയുന്നു. ഇൻസുലിൻ ഉൽപാദനം കുറയുന്നു. കരൾ അമിതമായി ഗ്ലൂക്കോസ് ഉൽപാദിപ്പിക്കുന്നു. ഗ്ലൂക്കഗോൺ അളവ് കൂടുന്നു. ഫ്രീ ആസിഡുകൾ കൂടുന്നു. ലിപ്പോളൈസിസ് വർദ്ധിക്കുന്നു. ഇതിനാൽ തന്നെ ബീറ്റ കോശം തളരുകയാണ്. പിന്നീട് ഇൻസുലിൻ ഉൽപാദനം കുറയുന്നു. ടൈപ്പ് 2 ഡയബറ്റീസിനെ ബാധിക്കുന്നു. അപകട സാധ്യതകൾ: ജനിതക ഘടകങ്ങൾ, PCOS അഥവാ പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം, സ്ത്രീകളിലെ അണ്ഡാശയ രോഗം, വ്യായാമരഹിതമായ ജീവിതശൈലി, ഉപാപചയ സിൻഡ്രോം, ഇതിൽ താഴെ പറയുന്നവ ഉൾപ്പെടുന്നു. അമിതവണ്ണം, ഹൈപ്പർഗ്ലൈസീമിയ അഥവാ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതൽ, ഉയർന്ന കൊളസ്ട്രോൾ, ഉയർന്ന രക്തസമ്മർദ്ദം. ക്ലിനിക്കൽ ഘടകങ്ങൾ: തുടക്കം സാധാരണയായി മുതിർന്നവരിലാണ് കണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോൾ കുട്ടികളിലും കൗമാരക്കാരികളിലും ഇത് കണ്ടുവരുന്നുണ്ട്. ഭൂരിഭാഗം രോഗികളും 80% അമിതവണ്ണമുള്ളവരാണ്. രോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ രക്തത്തിൽ ഇൻസുലിൻ അളവ് കൂടുതലായിരിക്കും. അവസാന ഘട്ടത്തിൽ ഇൻസുലിൻ സാധാരണ അളവിലോ അല്ലെങ്കിൽ കുറഞ്ഞ അളവിലോ കാണപ്പെടുന്നു. ഐലറ്റ് ഓട്ടോ ആന്റിബോഡികൾ കാണപ്പെടുന്നില്ല. നോൺ കീറ്റോട്ടിക് ഹൈപ്പർ ഓസ്മോളാർ കോമ കൂടുതലായി കാണപ്പെടുന്നു. ഇനി ഇതിന്റെ ചികിത്സയും പരിപാലനവും. ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് നമ്മൾ ആദ്യം വരുത്തേണ്ടത്. സമീകൃത ആഹാരം, വ്യായാമം, പിന്നീട് മരുന്നുകളിൽ ഗുളികകൾ, മെറ്റമോർഫിൻ, ഗ്ലിപ്പിസൈഡ്, പിയോഗ്ലിറ്റസോൺ, പിന്നീട് ഇൻസുലിൻ. സാധാരണയായി നമ്മൾ ഇൻസുലിൻ യൂസ് ചെയ്യുമ്പോൾ സാധാരണയായി ബേസൽ ഇൻസുലിൻ ആണ് ഉപയോഗിക്കുന്നത്. ഗ്ലൂക്കോസ് പരിശോധന, HbA1 പരിശോധന, അത് അല്ലെങ്കിൽ ഫിംഗർ പ്രിക്സ് ടെസ്റ്റ്, അതായത് വിരലിൽ കുത്തി രക്തം പരിശോധിക്കുന്നത്. ഇനി ഗർഭകാല പ്രമേഹത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇതിന്റെ രോഗസമ്പാദന പ്രക്രിയ എങ്ങനെയാണെന്ന് നോക്കാം. ഗർഭാവസ്ഥയിൽ പ്ലാസെന്റൽ ഹോർമോണുകളുടെ സാന്നിധ്യം വർദ്ധിക്കുകയാണ്. അതായത് കോർട്ടിസോൾ, ഇസ്ട്രോജൻ അങ്ങനെയുള്ളവരുടെ സാന്നിധ്യം വർദ്ധിക്കുമ്പോൾ ഇൻസുലിൻ പ്രതിരോധം വർദ്ധിക്കുകയാണ്. ഇത് ബീറ്റ കോശങ്ങളുടെ അപര്യാപ്തമായി ഇൻസുലിൻ ഉൽപാദനത്തിലേക്ക് കാരണമാകുന്നു. അമ്മയുടെ രക്തത്തിൽ ഇതിനാൽ തന്നെ പഞ്ചസാരയുടെ അളവ് കൂടുകയും അമ്മയ്ക്ക് ഹൈപ്പർഗ്ലൈസീമിയ പിടികൂടാൻ സാധ്യതയാകുന്നു. ഇതിന്റെ അപകട ഘടകങ്ങളിലേക്ക് കടക്കാം. കുടുംബത്തിൽ ആർക്കെങ്കിലും ടൈപ്പ് 2 പ്രമേഹം ഉണ്ടെങ്കിൽ, ഇനി PCOS അഥവാ നേരത്തെ പറഞ്ഞ പോലെ PCOS പോളിസിസ്റ്റിക് ഒവറി സിൻഡ്രോം ബാധിച്ചവരാണെങ്കിൽ, പിന്നീട് അമ്മയാകുമ്പോൾ ഉള്ള കൂടിയ പ്രായം, അതും ഇതിന്റെ ഒരു അപകട ഘടകമാണ്. മുൻപ് അമിതഭാരമുള്ള കുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ അഥവാ മാക്രോസോമിക് ബേബിക്ക് ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു അപകട ഘടകമാണ്. ഇനി ക്ലിനിക്കൽ ഘടകങ്ങളിലേക്ക് കടക്കാം. പലപ്പോഴും ലക്ഷണങ്ങൾ പ്രകടമാകാറില്ല. അതാണ് ഈ ഒരു പ്രമേഹത്തിന്റെ മറ്റൊരു സവിശേഷത. പോളിയൂറിയ അഥവാ അമിതമായ മൂത്രവിസർജനം, പോളിഡിപ്സിയ അഥവാ അമിതമായ ദാഹം എന്നിവ ഉണ്ടായേക്കാം. ഇതിന്റെ സങ്കീർണതകൾ: അമ്മയിൽ ഉണ്ടാകുന്നവ, പ്രീക്ലാംസിയ അഥവാ ഗർഭകാലത്തെ ഉയർന്ന രക്തസമ്മർദ്ദം, ഭാവിയിൽ ടൈപ്പ് 2 പ്രമേഹം വരാനുള്ള സാധ്യത, ഗർഭസ്ഥ ശിശുവിനുണ്ടാകുന്നവ, മാക്രോസോമിയ, കുഞ്ഞിന് അമിതവണ്ണം, ഭാരം, നിയോനേറ്റൽ ഹൈപ്പോഗ്ലൈസീമിയ, ജനിച്ച ഉടനെ കുഞ്ഞിന്റെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുന്ന അവസ്ഥ. ഇതിന്റെ പരിചരണവും ചികിത്സയും നമുക്ക് കാണാം. പോഷകാഹാര ക്രമീകരണമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ചികിത്സ. രക്തത്തിലെ കൃത്യമായി പരിശോധിക്കലും കൃത്യമായ ശാരീരിക വ്യായാമവും ഇതിന്റെ കൂടെ ഉൾപ്പെടുന്നു. ഇനി നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. മറ്റ് പ്രത്യേക തരം പ്രമേഹങ്ങളിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് LADA അഥവാ ലാറ്റന്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ് ഓഫ് അഡൾട്ട്സ്. മുതിർന്നവരിൽ കാണപ്പെടുന്ന വളരെ വൈകി ആരംഭിക്കുന്ന
ഒരു ടൈപ്പ് 1 പ്രമേഹം പോലുള്ള രോഗാവസ്ഥയാണിത്. ഇനി രണ്ടാമത്തെ MODY അഥവാ മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് ദ യങ്. ചെറുപ്പക്കാരിൽ കാണപ്പെടുന്ന വളരെ നേരത്തെ ആരംഭിക്കുന്ന ടൈപ്പ് 2 പ്രമേഹം പോലുള്ള രോഗാവസ്ഥയാണിത്. ഇനി ദ്വിതീയ പ്രമേഹം അഥവാ സെക്കൻഡറി ഡയബറ്റീസ്, ഇത് പലതരത്തിലുണ്ട്. അവയിൽ വളരെ ചില ഉദാഹരണങ്ങൾ താഴെ പറയുന്നതാണ്. ബീറ്റ ബ്ലോക്കറുകൾ മൂലമുണ്ടാകുന്ന പ്രമേഹം, ഉദാഹരണം പ്രൊപ്പനോലോൾ ബീറ്റ 2 അഡ്രിനർജിക് റിസപ്റ്ററുകളെ തടയുകയാണ്. അത് ഇൻസുലിൻ ഉൽപാദനത്തിനും വിതരണത്തിനും തകരാറുകൾ ഉണ്ടാക്കുന്നു. ഇത് വിട്ടുമാറാത്ത ഹൈപ്പർഗ്ലൈസീമിയക്ക് കാരണമാകുന്നു. ഇനി ഡയൂററ്റിക്സ് മൂലമുണ്ടാകുന്ന പ്രമേഹം, ഉദാഹരണം തയോസൈഡ് ഡയൂററ്റിക്സ്. ഇത് വളരെ സാധാരണമായ ഒരു ഡയൂററ്റിക്സ് ആണ്. പിന്നീട് ലൂപ്പ് ഡയൂററ്റിക്സ്, ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡയൂററ്റിക്സ് ആണ്. ഇനി എൻഡോക്രൈൻ രോഗങ്ങൾ മൂലമുണ്ടാകുന്ന പ്രമേഹം, ഉദാഹരണം കുഷിംഗ് സിൻഡ്രോം. ഇത് കോർട്ടിസോൾ എന്ന ഹോർമോണിന്റെ അളവ് രക്തത്തിൽ കൂട്ടുന്നു. ഇത് പിന്നീട് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുവാൻ കാരണമാകുന്നു, അഥവാ ആ രോഗിക്ക് ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ടാകാൻ കാരണമാകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ സർ.